എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, ഇപ്പോഴും ഇഷ്ടമൊക്കെ. അവരെ ഓർക്കുന്നുണ്ട്, അവരാരും ഞങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. എന്താ അവരെ കുറിച്ച് ഓർക്കുന്നത്? അവരിപ്പം എന്നെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്നെപ്പറ്റി എൻ്റെ അമ്മ എന്നെപ്പറ്റി വിഷമിക്കുന്നുണ്ടായിരിക്കും. അതെന്താ വിഷമിക്കുന്നുണ്ട്? അതെനിക്ക് നന്നായിട്ട് അറിയാം, എന്നെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, അവർ വിചാരിക്കുന്ന പോലെ ഇവ എന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങനെ ഉപേക്ഷിക്കുകയോ നോക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ വീട്ടുകാരോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയത് അങ്ങനൊന്നുമല്ല. എന്നെ കൊണ്ടുപോയി നന്നായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഇവനാ നോക്കുന്നത്. എനിക്കവരോട് ദേഷ്യമൊന്നും ഇല്ലാന്ന്. അതായത് സ്വന്തം അച്ഛനോടും അമ്മേനോടും ഈ കുട്ടിക്ക് ദേഷ്യമില്ല. അതിൽ തന്നെ ഈ കുട്ടീനോട് നമുക്ക് വളരെ കടപ്പെട്ടിരിക്കണം. അതായത് വളർത്തി വലുതാക്കി അച്ഛൻ്റെയും അമ്മേൻ്റെയും വീട്ടിൽ നിന്നും കയ്യിൽ നിന്നും ഒരു 18 വയസ്സ് തികയുന്ന സമയം ആവുമ്പോഴത്തേക്കും ഇറങ്ങി വേറെ ഒരുത്തൻ്റെ കൂടെ പോയ ഈ കുട്ടിക്ക് അച്ഛനോടും അമ്മേനോടും യാതൊരു ദേഷ്യമില്ല. അല്ലെങ്കിലും അച്ഛനോടും അമ്മേനോടും എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട് വിചാരിക്കും അച്ഛനും അമ്മയും എന്തോ വലിയ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ അച്ഛനോടും അമ്മേനോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂജ അമലിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും, 18 വയസ്സ് തികഞ്ഞോ എന്ന് പോലും അറിയില്ല, +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സ്വന്തം കാമുകനൊപ്പം ഇറങ്ങി വന്നു, ഒരു കല്യാണം കഴിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വൈറലായി. അതായത് ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 പേര് കല്യാണം കഴിക്കുന്നു. അതായത് മീശ മുളയ്ക്കാത്ത ഒരു പയ്യനും ഒരു ചെറിയ പെൺകുട്ടിയും കല്യാണം കഴിക്കുന്നു. അറിയാമല്ലോ, സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. ഒരു 2 പേരിങ്ങനെ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് വൈറലായി. മില്യൺസ് വ്യൂസ് വന്നു. അപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂസായി, പിന്നെ ഇവരുടെ കഥകളായി മൊത്തം സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ അവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ ഒരു കുറച്ച് വൈറലായി കഴിയുമ്പോൾ അന്നേരം ഒരു ഇൻ്റർവ്യൂ വരും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു തന്നെ ഇവർ സ്വന്തമായിട്ടൊരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. അതോടുകൂടി ജീവിതം പച്ചപിടിക്കും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവരൊക്കെ ഈ 18 വയസ്സ് തികയുമ്പോഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരിപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി 10-30,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഇടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അപ്പം ഇവരുടെ ലവ് സ്റ്റോറി റിലീസായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പെൺകുട്ടി ഇപ്പം പറഞ്ഞില്ലേ, അതായത് അച്ഛനോടും അമ്മേനോടും എനിക്ക് ദേഷ്യമൊന്നും ഇല്ലയെന്ന്. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ലവ് സ്റ്റോറി പറഞ്ഞ കഥയാണ് കേട്ടോ. അപ്പോൾ ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് 10-20 മിനിറ്റ് ഉണ്ട്, 2 പാർട്ടായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ കുട്ടി 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ സാധാരണ പോലെ ഒരു കല്യാണത്തിന് പോകുന്നു. ഈ പറയുന്ന അമൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനെ കാണുമ്പോൾ തന്നെ അറിയാലോ, ആ പ്രായത്തിൻ്റെ ഒരു ചോരത്തിളപ്പിൽ ക്രഷ് തോന്നുന്നു. ആർക്ക്? അമലിന് ഈ കുട്ടിയോട് ക്രഷ് തോന്നുകയാണ്. അങ്ങനെ ഇവർ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നടക്കുന്നില്ല. സാധാരണ നമ്മൾ സിനിമയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന അതേ പരിപാടി തന്നെ. പിന്നെ കാണണം എന്നുള്ള തോന്നൽ വരുന്നു. പിന്നീട് വീണ്ടും ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് വീണ്ടും കാണുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു കണക്ഷനിലേക്ക് വരുന്നു. അങ്ങനെ കണക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടി 10ാം ക്ലാസ് വരെ ആയി തോന്നുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീട്ടിലറിയുന്നു. സാധാരണ പോലെ തന്നെ സ്വാഭാവികം, വീട്ടിലറിയുന്നു. അപ്പോൾ അച്ഛൻ എതിർക്കുന്നു, അമ്മ എതിർക്കുന്നു, മാമൻ എതിർക്കുന്നു, എല്ലാവരും എതിർത്ത് കഴിഞ്ഞു. ഇങ്ങനെ ഇവർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇവരൊരു ദിവസം കറങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, ചെക്കന് 10-23 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇവരിങ്ങനെ കറങ്ങാൻ വേണ്ടി പോകുന്ന സ്ഥലത്തു നിന്ന് ഇവരെ പിടിക്കുന്നു. അച്ഛൻ്റെ ആരോ പിടിക്കുന്നു. ഓക്കെ, അവരെ ജയിലിൽ കൊണ്ടിടുന്നു. ഈ ചെക്കനെ ജയിലിൽ കൊണ്ടിടുവാണ്. 14 ദിവസം റിമാൻഡ് ചെയ്യുന്നു. അറിയാലോ, 18 വയസ്സ് തികയാത്ത പെൺകുട്ടീനെ കൊണ്ട് കറങ്ങാൻ വേണ്ടി പോയതിന് വെറുതെ കറങ്ങാൻ വേണ്ടി പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. ഓക്കെ, അതെന്തായാലും ആയിക്കോട്ടെ. അപ്പം 14 ദിവസം റിമാൻഡിലിടുന്നു. 14 ദിവസം റിമാൻഡും കഴിഞ്ഞിട്ട് പിന്നെയും ജയിലിൽ കൊണ്ടുപോയിട്ട് 10-25 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ അറിയാലോ, 10-25 ദിവസം ജയിലിൽ കിടന്ന കാമുകനോട് തീരാത്ത സ്നേഹം എന്തായാലും നായികയ്ക്ക് ഉണ്ടാവണമല്ലോ. അതാണല്ലോ സർവ്വസാധാരണമായിട്ട് നടന്നു വരുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. 17-18 വയസ്സാവുന്ന പെൺകുട്ടിക്ക് ഈ കാമുകനില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ 18 വയസ്സ് തികയുന്ന സമയത്ത് പെൺകുട്ടി വീണ്ടും ഈ ചെക്കനെ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവത്തിനായിട്ട് കാണുന്നു. ഇത് അറിഞ്ഞ് വീണ്ടും വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൊതിരെ തല്ലെല്ലാം കിട്ടുന്നു. പിന്നെ ഒരു രക്ഷയില്ലാണ്ടായപ്പോഴത്തേക്കും ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഈ കാമുകൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ 18 വയസ്സ് ഏകദേശം തികഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി താലി കെട്ടി. ആ താലി കെട്ടിയ വീഡിയോ ആണ് വൈറലായത്.
അപ്പം അതിനുശേഷം ഇവർ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ ഇപ്പം കളർഫുള്ളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹോം ടൂറും ഡേ ഇൻ ലൈഫും പിന്നെ സ്കൂളിൽ പോകുന്ന വ്ളോഗും, അതായത് ഇപ്പോൾ +1 പഠിക്കുന്ന പെൺകുട്ടിയാണല്ലോ, അപ്പോൾ രാവിലെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ സ്കൂളിൽ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും അങ്ങനെ പല പല വീഡിയോസ് ഇപ്പം ഇവരുടെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ, ഇവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് കാണാം. കാരണം അത്രയ്ക്കും അറിവുകളും അത്രയ്ക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഇട്ടിട്ടുള്ള ഇവരുടെ ലവ് സ്റ്റോറിയിൽ ഇവർ പറയുന്നുണ്ട്, അതായത് ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ ഇവർ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവർ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞങ്ങളെ അറിയത്തോലുമില്ല, ഈ ഫോണിൽ കൂടെ കാണുന്ന നിങ്ങള് ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടത് ഞങ്ങളെ അറിയാത്ത ആൾക്കാരാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയാം. സ്വന്തം റിസ്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളവന്മാര് മാത്രം ഇതൊക്കെ ചെയ്യൂ. അല്ലാതെ ഇപ്പം പറയാനാണെങ്കിൽ ഞാനിവിടെ നോക്കുന്നുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നോക്കുന്നുണ്ട്. അതിന് ധൈര്യമുള്ളവന്മാരും ഞാൻ വെറുതെ വീട്ടിൽ കയറിയിരിക്കല്ല, ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്, ഇവ എന്നെ പഠിപ്പിക്കുന്നുണ്ട്, പഠിത്തം പിടിച്ച് സ്റ്റോപ്പിയല്ല, ഇനി ഞാൻ മുന്നോട്ട് പഠിക്കും. ഈ റിയാക്ട് ചെയ്യുന്നവന്മാർക്ക്, ഈ റിയാക്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവന്മാർക്ക് എന്ത് ജോലിയൊന്നും അറിയത്തില്ല. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ്, നിങ്ങൾക്ക് പണിയുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല എന്ന്. മോനെ 10-13 വർഷം ഇതേപോലെ തന്നെ പ്രേമിച്ചിട്ട് അവസാനം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ തന്നെ കല്യാണം കഴിച്ചവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രേമിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതിനെക്കുറിച്ചോ ഒന്നും യാതൊരു പ്രശ്നവും ആർക്കുമില്ല. പക്ഷേ ഒരു 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തു നിന്ന് ആ പെൺകുട്ടീൻ്റെ ഭാവി നോക്കാതെ, അതായത് ഇപ്പോൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ജീവിത സാഹചര്യം മാറും. അതായത് ഒരു നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇത് ആവുന്നതിന് മുമ്പേ ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ച് മാത്രമേ ആളുകൾ പറയുന്നുണ്ട്. അല്ലാണ്ട് പ്രേമിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചൊന്നും ആർക്കും യാതൊരു പ്രശ്നമില്ല. 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തു നിന്ന് ഒളിച്ചോടി പോയി വീട്ടുകാരുടെ സമ്മതം പോട്ട്, വീട്ടുകാർ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കുന്ന വീട്ടുകാരാണെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇതേപോലെ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പോയി കല്യാണം കഴിക്കുന്നവരുണ്ടാവും, അത് വേറെ. പക്ഷേ സ്വന്തമായിട്ട് പഠിച്ചൊരു ജോലി ആയതിനു ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയതിന് ശേഷം ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ആരും കുറ്റം പറയില്ല. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് +1 മാത്രം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ പഠിപ്പിക്കുമായിരിക്കും, നിങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എന്ന് മാത്രമേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ പറയുന്നുള്ളൂ. എന്നിട്ടാണ് നിങ്ങൾ അവരെ പോയിട്ട് അവർ കല്യാണം കഴിക്കാത്തതിൻ്റെ കുശുമ്പാണ്, അവർ പ്രേമിക്കാത്തതിൻ്റെ കുശുമ്പാണെന്നൊക്കെ പറയുന്നത്. അത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല അമലേ. ഈ റിയാക്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവന്മാർക്ക് എന്ത് ജോലിയൊന്നും അറിയത്തില്ല, അവന്മാരെ കല്യാണം കഴിച്ചാണെന്ന് പോലും അറിയത്തില്ല. എനിക്കിപ്പോ ഞാൻ സ്വന്തമായിട്ട് ജോലിയുണ്ട്, ഇവളെ കല്യാണം കഴിച്ചു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ചുമ്മാ ഇവൻ ഒന്നെങ്കിൽ ഇവന് പണിയില്ലാത്ത ദിവസങ്ങളായിരിക്കും ഇവൻ വ്ലോഗ് എടുക്കുന്നത് ഇവിടെ ഇരുന്നിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ഞാൻ സ്കൂളിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ജോലിയൊന്നും വെളിപ്പെടുത്താൻ, കല്യാണം കഴിച്ചിട്ടൊന്നും വെളിപ്പെടുത്താൻ പറയാം. ഞാനിപ്പോ ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് ഇവിടെ നോക്കുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. ഈ ആ പറയുന്നവർക്ക് എന്തോ ജോലി എന്ന് അറിയത്തില്ല, അവരും എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. ഞങ്ങൾ എന്നും അങ്ങനെ പറയല്ലപ്പാ, നിങ്ങളെ വിറ്റ് ജീവിക്കുന്നൊന്നും പറയല്ല. ഇത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും വേറൊരു ജോലി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പണിയും ചെയ്യുന്നതെന്നാണ് എനിക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം അല്ലാത്തവരുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ നിങ്ങളെ വിറ്റ് ജീവിക്കുന്നതെന്നൊന്നും പറയല്ലേ. കാരണം ഇതേപോലുള്ള വീഡിയോസ് ചെയ്ത്, അതായത് നിങ്ങൾ ഇതേപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് ഭാവി വളർന്നു വരുന്ന ഇതേപോലെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന പെൺപിള്ളേർ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇതേപോലെ നിങ്ങളെപ്പോലുള്ള ഈ മണ്ടത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസും
ഈ പറയുന്ന എന്താ പറയുക റോസ്റ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്നത്. കാരണം നിങ്ങൾ ചെയ്തത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ലോകത്ത് പ്രേമിക്കുന്നതോ ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതോ ഇതൊന്നും വലിയൊരു സംഭവമാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ വലിയ കുറ്റമാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. അതായത് സ്വന്തം കാലിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, പോയി വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി താലി കെട്ടി ജീവിച്ചോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് 18 തികയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന്, 18 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും തിരിയാത്ത പ്രായമാണ്. ഇപ്പം ചിലപ്പം നല്ല രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും കാരണവശാൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പെടും. അന്ന് മാത്രമേ ഇന്ന് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മണ്ടത്തരം മനസ്സിലാവുകയുള്ളൂ. ആ സമയത്ത് ഇപ്പം ആര് കൂടെ ഇല്ലെങ്കിലും സ്വന്തം അച്ഛനും അമ്മയൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പാടില്ല എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ വീഡിയോ ഇടുന്നത്. ഓക്കെ, അങ്ങനെ 3 പേര് ഞങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ റിയാക്ഷനായിട്ട് നമ്മൾ വീഡിയോ ജോലി ഇല്ലെന്നല്ല, അവന് ജോലിയുണ്ട്, അവൻ വെളിയിൽ പണിക്ക് പോകുന്നുണ്ട്. പിന്നെ അവന് ജോലി ഇല്ലാത്ത ദിവസങ്ങളാണ് അവൻ വീഡിയോ ഇടുന്നത്. എനിക്കും നാട് നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല, അവന്മാർക്ക് കാശ് കിട്ടണം, അതിന് വേണ്ടി നമ്മളെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. റിയാക്ട് ചെയ്യുന്നവരൊക്കെ അത്ര ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് സത്യം കേട്ടോ. ഞാൻ ഈ പറയുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാട് നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടൊന്നുമല്ല. അത് അമൽ പറഞ്ഞത് കറക്റ്റാണ്. അമൽ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് വെറുതെ ഡയലോഗ് അടിച്ചിട്ടൊന്നും ആരും നന്നാവാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതേപോലെയുള്ള വൃത്തികേട് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ സമൂഹത്തിന് തെറ്റായിട്ടുള്ള എന്താ പറയുക ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വന്നിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അതിലൂടെ വല്ല ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞെന്ന് ഓർത്തോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചെന്ന് ഓർത്തൊന്നും ആരും നന്നാവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് നമ്മളെ കുറ്റം പറഞ്ഞാലും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന നാട് നന്നാവാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, പക്ഷേ എന്നാലും കാണുന്ന കാര്യങ്ങൾ ചിലപ്പം നമുക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതേപോലെ വീഡിയോസിൽ വന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അമലും പൂജയും ഇപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് അടിപൊളിയായിട്ട് ജീവിച്ച് പോകുന്നുണ്ട്. ചെയ്തത് മണ്ടത്തരമാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചത് വളരെ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇനി ആരും ഇത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും ഒരു ജീവിതം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 2 പേരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പം എന്താണ് പൂജയുടെയും അമലിൻ്റെയും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോസിനെ കുറിച്ചും ഈ ലവ് സ്റ്റോറീനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.